ഹലോ, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു കിടിലൻ മുട്ട റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇതൊരു വെറൈറ്റി മുട്ട റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് എല്ലാവരും കണ്ടു നോക്കി തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഞാൻ കൂടുതൽ ഇതിനെപ്പറ്റി വിശദീകരിച്ച് അങ്ങോട്ട് പറയണില്ല, എല്ലാം നമുക്ക് വീഡിയോയിൽ കാണാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. ഇതിലേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് 3 സവാള ചെറുതായി അരിഞ്ഞത്, അതേപോലെ തന്നെ ഒരു തക്കാളി ചെറുതായി അരിഞ്ഞത്, 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 3 വലിയ പച്ചമുളക് നീളത്തിൽ കീറിയത്, ഒരു ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞത്, അതുപോലെ ആവശ്യത്തിന് മല്ലിയില. പിന്നെ നമ്മൾ മുട്ട, ഇത് ഏതാണ്ട് 4 മുട്ടയുണ്ട്. മുട്ട പുഴുങ്ങി നടു കീറി വെച്ചതാണ് കേട്ടോ. ഇതിലേക്ക് വേണ്ട മസാലപ്പൊടികൾ പറയാം. ആദ്യം തന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ചിക്കൻ മസാല, 1 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1.5 ടീസ്പൂൺ മുളക് പൊടി, 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി. അപ്പം നമുക്ക് ആദ്യം തന്നെ മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിന് വേണ്ടി ഒരു പാനിൽ ഓയിൽ ഒഴിച്ചിട്ട് ആദ്യം തന്നെ ലേശം ഉപ്പ് വിതറി കൊടുക്കുകയാണ്. ലേശം ശകല ഉപ്പ് മതി മുട്ടയിലേക്ക് മാത്രമായിട്ട്. അതുപോലെ തന്നെ ലേശം കുരുമുളക് പൊടി, ലേശം മഞ്ഞൾപ്പൊടി. ഇത് 3ഉം നന്നായിട്ട് ഒന്ന് വിതറി കൊടുത്ത് ഒന്ന് വഴറ്റി കൊടുക്കുക. എണ്ണയിലേക്കൊക്കെ പൊടികളൊക്കെ ഒന്ന് ആവണ രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. ഇനി നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയുണ്ടല്ലോ, അത് കമഴ്ത്തി വെച്ച് കൊടുക്കുക. അതിൻ്റെ ആ ഉണ്ണി ആ എണ്ണയിൽ മുങ്ങണ രീതിയിൽ എല്ലാ മുട്ടയും ഒന്ന് കമഴ്ത്തി വെച്ച് കൊടുക്കുക കേട്ടോ. ഇത് അധികം ഒന്നിട്ട് ഫ്രൈ ആക്കണ്ട കേട്ടോ, ലേശം ഒന്ന് കളറ് മാറിയാൽ മതി. ഇതേ മുട്ടയൊക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലൊരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഈ ഒരു പാകം മതി നമുക്ക്. ഇതാണ് ഇതിലെ മെയിൻ ടേസ്റ്റ് കേട്ടോ. ഇത് അങ്ങനെ മുട്ടയൊക്കെ നമ്മൾ ഫ്രൈ ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, കാണാൻ തന്നെ നല്ല ഭംഗിയുണ്ട്. ഇനി നമുക്ക് ബാക്കി ഉള്ളിയും തക്കാളിയൊക്കെ നമുക്ക് വഴറ്റാൻ തുടങ്ങാം. അതിനുവേണ്ടി ആ ഒരു പാനിൽ തന്നെ ആ എണ്ണയിലേക്ക് തന്നെ വേറെ കുറച്ചും കൂടി ഓയിൽ ഒഴിച്ചിട്ട് ഉള്ളി വഴറ്റാൻ വേണ്ടി വെക്കുകയാണ്. നമ്മൾ ആ അരിഞ്ഞു വെച്ചിരിക്കുന്ന 3 വലിയ സവാള അരിഞ്ഞു വെച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു. എന്നിട്ട് ഉള്ളിയൊക്കെ നന്നായി ഒന്ന് വഴഞ്ഞു വന്നാൽ അതിലേക്ക് പച്ചമുളക് കീറിയിട്ടത് ചേർത്ത് കൊടുക്കുക. അതിലേക്ക് പിന്നെ 1.5 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ എല്ലാം നന്നായി പച്ചമണം മാറുന്നത് വരെ നന്നായി അത് വഴറ്റി കൊടുക്കുക കേട്ടോ. പിന്നീട് തക്കാളി അരിഞ്ഞു വെച്ചത് അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതൊന്ന് അടച്ച് വെച്ച് വേവിച്ച് കൊടുക്കുക. ഇതേ അങ്ങനെ ഉള്ളിയും തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം തന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, അതുപോലെ 1.5 ടീസ്പൂണോളം മുളക് പൊടി ലേശം എരിവിന് വേണ്ടി കാശ്മീരി നമ്മൾ വേറെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ 2 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇതിലിത്തിരി കൂടുതൽ വേണം, അതിൻ്റെ ഒരു ടേസ്റ്റാണ് ഇതിൽ മെയിനായിട്ട്. അതുപോലെ ഗരം മസാല, ചിക്കൻ മസാല 2ഉം 1 ടീസ്പൂൺ വീതം കേട്ടോ. അതുപോലെ 2 ടീസ്പൂണോളം വരുന്ന മല്ലിപ്പൊടി,
പിന്നെ ലാസ്റ്റ് കാശ്മീരി ചില്ലിയും കൂടിയും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇപ്പം എല്ലാം നന്നായിട്ടൊന്ന് വഴറ്റി എല്ലാം പൊടികളെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതാണ്, അതും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് നന്നായി തിളപ്പിച്ച് വറ്റിക്കാൻ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ അതിന് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായി ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. നമ്മൾ റോസ്റ്റാണല്ലോ, അപ്പോൾ ഒന്ന് നന്നായിട്ട് വറ്റി വരണം. വെള്ളമൊക്കെ നന്നായി ഒഴിച്ചു. ഇനി ആ വെള്ളത്തിലേക്ക് തന്നെ നമ്മൾ മുട്ട ചേർത്ത് കൊടുക്കുകയാണ്. എല്ലാ മുട്ടയും ഏതാണ്ട് 4 മുട്ടയുണ്ട്. 4 മുട്ട നടു കീറിയതാണ്. അതെല്ലാം പൊട്ടാതെ ഉണ്ണിയൊന്നും പോവാതെ നല്ല രീതിക്ക് അത് അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതുപോലെ നമ്മൾ എല്ലാ മുട്ടയും കറിയിലേക്ക് അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കുക. ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി ഒന്ന് റോസ്റ്റ് ആവണ വരെ. അതുപോലെ തന്നെ ലേശം പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ഒരു ടേസ്റ്റിന്. ഉപ്പിൻ്റെ കാര്യം പറഞ്ഞിട്ടില്ല, അത് നമ്മൾ ഓൾറെഡി ഉള്ളി വഴറ്റുമ്പോൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്, പിന്നെ ചേർക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ നമ്മുടെ മുട്ട റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ലേശം ഒരു ഗാർണിഷിങ്ങിന് വേണ്ടി മല്ലിയിലയും കൂടി ഒന്ന് വിതറി കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ മുട്ട റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഈ പുഴുങ്ങിയ മുട്ട ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നതിൽ തന്നെയാണ്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേക ടേസ്റ്റും. നല്ല അടിപൊളിയായിരുന്നു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ ഈ മുട്ട റോസ്റ്റ് ഇഷ്ടമായെന്ന് വിചാരിക്കണോ. എന്തായാലും നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.